അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. റൈറ്റ് വിഷൻ പ്രേക്ഷകരോടൊപ്പം ചേരുന്നത് ഭക്ഷണ കമ്മിറ്റിയുടെ കൺവീനർ ശ്രീരാം പി കെ, സ്റ്റേജ് ആൻഡ് പന്തലിൻ്റെ കൺവീനർ അൻസാർ ടി എച്ച്, രണ്ട് സംഘാടകർ നമ്മോടൊപ്പം ഉണ്ട്. സംഘാടന വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. നല്ലൊരു ഉച്ചഭക്ഷണത്തിന് ശേഷമാണ് ഉച്ചഭക്ഷണത്തിൻ്റെ ഭക്ഷണ കമ്മിറ്റിയുടെ കൺവീനർ നമ്മോടൊപ്പം ചേരുന്നത്. ഭക്ഷണം കഴിച്ചു, നല്ല ഭക്ഷണമാണ്. എങ്ങനെയുണ്ടായിരുന്നു ആദ്യ ദിനത്തെ കലവറ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 2017 വരവൂര് കലോത്സവം വന്നപ്പോൾ അന്ന് ഞാൻ ഫുഡിൻ്റെ കൺവീനറായിരുന്നു. ഇവിടെ നല്ലവരായ നാട്ടുകാരുടെയും കക്ഷി രാഷ്ട്രീയം മറന്നിട്ടുള്ള പ്രവർത്തനവും വളരെ ഉപകാരപ്രദമാണ്. നമ്മുടെ ഫുഡിന് മെയ് മറന്ന് സമയം നോക്കാതെ എല്ലാവരും കൃത്യമായി ഇടപെട്ട് എവിടെയും ഒരു തടസ്സം വന്നില്ല. ഇന്ന് ആദ്യ ദിവസമായ ഇന്ന് 1500 പരം പാർട്ടിസിപ്പൻസും 1500 എസ്കോർട്ടിംഗ് ടീച്ചേഴ്സ്, ജഡ്ജസ്, വോളണ്ടിയേഴ്സ്, SPC കുട്ടികൾ, പിന്നെ നമ്മുടെ അതർ അവരെ നമ്മൾ സഹായിക്കുന്ന ആൾക്കാരൊക്കെ കൂടിയിട്ട് 3000-ലധികം പേരിന്ന് ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നു. വളരെ നല്ല അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞത്. ആദ്യ ദിനം തന്നെ നല്ല പാലടപ്രഥമൻ കൊടുക്കാനായതിൻ്റെ സന്തോഷം കൺവീനറുടെ മുഖത്തുണ്ടല്ലോ. ഉണ്ട്. ഇന്ന് പഞ്ചാര പായസം പാലട പോലെ തന്നെ ആയിരുന്നു. അത് സ്പോൺസർ ചെയ്തത്, ഇന്നത്തെ പായസം സ്പോൺസർ ചെയ്തത് നമ്മുടെ GLP സ്കൂളിലെ HMും അവരുടെ കൂടെ പ്രവർത്തിക്കുന്ന ടീച്ചേഴ്സും എല്ലാവരും കൂടിയിട്ടാണ് ഇന്നത്തെ പായസം ഉണ്ടായിരുന്നത്. അതുകൂടാതെ അവിടെ ന്യൂൺ മീൽ സ്റ്റാഫായ ചേച്ചി ഇന്നത്തെ കുട്ടികൾക്കുള്ള 3000 പപ്പടവും ഇന്ന് അവരുടെ വകയാണെന്ന് കൊടുത്തത്. വലിയ ഒരു നല്ലൊരു സന്ദേശമാണ് ബാക്കി എല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പോൾ ആദ്യ ദിനം വളരെ സംതൃപ്തി നൽകുന്ന ഒന്നാണ്. തീർച്ചയായും നാളെയും മറ്റന്നാളും 3 ദിവസം കൂടി ബാക്കിയുണ്ട്. ഇതിനേക്കാൾ മികച്ച വിഭവങ്ങൾ കലവറയിൽ കാത്തിരിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. നമുക്ക് ഇന്ന് ചെറിയ പോരായ്മകൾ നമുക്ക് ഇന്നത്തെ സംഘാടനത്തിലുണ്ടായിരുന്നു. അതായത് കൗണ്ടർ സെറ്റ് ചെയ്യേണ്ട കാര്യം, അതൊക്കെ ഇന്നത്തെ നോക്കിയിട്ട് നാളേക്ക് കൃത്യമായിട്ട് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ഭക്ഷണ പ്രദേശം വളരെ ശുചിത്വം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. നന്നായി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ശ്രമമുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇവിടുത്തെ SPC കുട്ടികളുടെയും അതുപോലെ നമ്മുടെ അവിടെ വരുന്ന നല്ലവരായ നാട്ടുകാരുടെയും ഒഫീഷ്യൽസിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയിട്ട് കൃത്യമായിട്ട് നമുക്ക് ഭക്ഷണം അവിടെ വിതരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കലോത്സവം നീണ്ടു പോകുന്ന സമയക്രമം പാലിക്കാതെ എങ്ങാൻ പോകുമ്പോൾ വല്ല ഒരുക്കങ്ങളും അങ്ങനെ കരുതിയിട്ടുണ്ടോ? ഇല്ല, നമ്മൾ 3000 നമ്മുടെ ടോക്കൺ വെച്ചിട്ട് 3000 കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു. ഇപ്പോഴും കലവറ നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ല. ഇനി ടോക്കൺ ഇല്ലാതെയും കുട്ടികളെ ഭക്ഷണം ആർക്ക് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം. ധാരാളം ഭക്ഷണമുണ്ട്, മതി വരുവോളം കഴിക്കാൻ നമ്മൾ കലവറ അവിടെ നമ്മുടെ കമ്മിറ്റി തുറന്നു കൊടുത്തിട്ടുണ്ട്. അഭൂതപൂർവമായ കലവറയുടെ കൂട്ടായ്മ അനുസ്യൂതം തുടരട്ടെ. നമ്മുടെ സ്റ്റേജ് ആൻഡ് പന്തൽ കമ്മിറ്റിയുടെ കൺവീനർ നമ്മോടൊപ്പം ഉണ്ട്. പക്ഷേ എന്താണ് പൊതുവിൽ വേദികളിൽ മൈക്കിന് ശബ്ദം പിടിക്കുന്നില്ല, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പരാതികൾ വരുന്നുണ്ടോ? ഇതുവരെ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല സംസ്ഥാന കലോത്സവ രീതിയിലുള്ള വേദിയാണ് 1ാം വേദി നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമുക്ക് ഒരു 5ഓളം വേദികൾ കെട്ടിയുണ്ടാക്കിയിട്ടുള്ള വേദികൾ നമ്മുടെ ഉപജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം സാധാരണ 1-2 വേദികൾ മാത്രമേ നമ്മൾ പൊതു സ്ഥലങ്ങളിൽ ഇങ്ങനെ ഓപ്പൺ സ്ഥലങ്ങളിൽ വേദി കെട്ടിയുണ്ടാക്കാറുള്ളൂ. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമുക്ക് 5 വലിയ വേദികൾ തന്നെ നമ്മൾ സ്റ്റേജ് ആൻഡ് പന്തൽ കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ ഫിറ്റ്നസ്സിനുള്ള അപേക്ഷ PWDയിലും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിൻ്റെ നമ്മുടെ കഴിഞ്ഞ കാലത്തിലുണ്ടായ ഒരു പ്രശ്നങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടി പരമാവധി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ കുട്ടികളും നല്ല ഭംഗിയിൽ കാണുന്നതിന് വേണ്ടി തന്നെ വേണ്ട ലൈറ്റ് സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ് ഇതുവരെ കടന്നു പോകുന്നത്. ഇതുവരെയുള്ള റിപ്പോർട്ടൊന്നും വേറെ ആ ഭാഗത്തൊന്നും സംഭവിച്ചിട്ടില്ല. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ ഒരു സ്ഥലപരിമിതി നമുക്ക് ആദ്യഘട്ടത്തിലൊക്കെ തോന്നുമെങ്കിലും
പക്ഷേ 14 വേദികൾ സജ്ജമാക്കി കഴിഞ്ഞപ്പോൾ അതിനെ മറികടക്കാൻ കഴിഞ്ഞതായിട്ട് തോന്നുന്നുണ്ടേ? തീർച്ചയായും നമ്മൾ വേദി സാധാരണ ഒരു 12-13 വേദികൾ മാത്രമേ ഉള്ളൂ. നമ്മൾ മനഃപൂർവ്വം തന്നെ നമ്മൾ എക്സ്ട്രാ 2 വേദികൾ എടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇന്നൊരു ചെറിയ മാറ്റം നമ്മൾ വരുത്തിയതെന്ന് പറഞ്ഞാൽ ചെണ്ടമേളത്തിന് സജ്ജീകരിച്ച വേദി എന്ന് പറയുന്നത് ഒരു ചെറിയ വേദിയായിരുന്നു. നമ്മുടെ ഒരു ചെറിയ ഹോളായിരുന്നു. അപ്പോൾ കുട്ടികളുടെ ആ ഒരു താല്പര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ചെണ്ടമേളം എന്നൊക്കെ പറയുന്നത് നമുക്കറിയാലോ, ഒരുപാട് ആസ്വാദകരുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിന് അവർക്ക് അവസരം ഒരുക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട അവിടെ ഫുഡ് കൺവീനർ ശ്രീരാം സാറ് 3 മണിയോടുകൂടി അവരുടെ വിഭവം അവിടെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥലം ഒഴിവാക്കി തന്നുകൊണ്ട് അവിടെ കുട്ടികൾക്ക് ഇഷ്ടംപോലെ സ്ഥലം അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു 3:30 മണിയോടുകൂടി അവിടെ മത്സരം ആരംഭിക്കും. ഒരു 10 ടീമിൻ്റെ വാശിയേറിയ മത്സരത്തിന് വേണ്ടി നമ്മൾ വലിയൊരു വേദി തന്നെ അവർക്ക് എക്സ്ട്രാ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സാർ നേരത്തെ ചോദിച്ച പോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ടിൽ കഴിഞ്ഞ തവണ നമ്മുടെ 2017 നടത്തുമ്പോൾ കിട്ടാത്ത ഗ്രൗണ്ട് പോലും നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് 2 പുതിയ വലിയ വേദികൾ തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതുവരെ വളരെ മനോഹരമായിട്ട് പോകുന്നുണ്ട്, അതിൽ സന്തോഷമുണ്ട്. മാത്രമല്ല ഇനിയും എന്തെങ്കിലും ഒരു ചൂണ്ടിക്കാണിച്ചാൽ നമുക്കൊരു പ്രോബ്ലം ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ അത് പരിഹരിക്കാനുള്ള വാക്കി ടോക്കി സംവിധാനത്തിലാണ് സ്റ്റേജ് ആൻഡ് പന്തൽ ടീം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് സന്തോഷപൂർവ്വം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അപ്പോൾ സത്യത്തിൽ ഇന്നലെ വരെ സംഘാടനം അവസാനിക്കുന്നില്ല. ഇന്ന് ചൂണ്ടിക്കാണിക്കുന്ന പോരായ്മകൾ കൂടി യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ചെണ്ടമേളത്തിൻ്റെ വേദി ഉൾപ്പെടെ മാറ്റുന്ന തീരുമാനം എടുത്തത്. തീർച്ചയായും കലോത്സവ സംഘാടനം കുട്ടികളെ അതിമനോഹരമായ രീതിയിൽ പരിഗണിക്കുന്നു, ചേർത്ത് നിർത്തുന്നു എന്നൊരു മെസ്സേജ് ഈ കലോത്സവം മുമ്പിലേക്ക് നൽകുന്നുണ്ട്. തീർച്ചയായും പ്രധാനം പറയാനുള്ളത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റെയും വൈസ് പ്രസിഡൻ്റെയൊക്കെ കീഴിൽ കൃത്യം 4 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ അന്നത്തെ റിവ്യൂ മീറ്റിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. ഈ 4 മണിക്കുള്ള റിവ്യൂ മീറ്റിങ്ങിൽ എന്തൊക്കെ പോരായ്മകൾ ഇന്ന് കണ്ടിട്ടുണ്ടോ അത് ആർക്കും ചൂണ്ടിക്കാണിക്കാം. അത് സ്പോട്ടിൽ തന്നെ അതിന് പരിഹാരം കാണുകയും അത് മുന്നോട്ട് പോവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇന്ന് പറയാനുള്ളത്, ഇപ്പോൾ തന്നെ ഫുഡ് കൺവീനർ തന്നെ 4 മണിയുടെ റിവ്യൂ മീറ്റിങ്ങിൽ ഇന്നത്തെ അപാകതകൾ പരിഹരിക്കാനുള്ള പ്ലാനുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ റിവ്യൂ മീറ്റിങ്ങിൽ ഇത് അവതരിപ്പിക്കുന്ന ആ സമയം തന്നെ അതിനുള്ള പരിഹാരവുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുക. അങ്ങനെ ഏത് പ്രശ്നങ്ങളും ഇപ്പോൾ മീഡിയ ഉൾപ്പെടെയുള്ള നെറ്റിൻ്റെ സമ്പ്രദായമൊക്കെ ഇന്നലെ നമുക്ക് 7 മണിക്കാണ് ചെയ്തു കൊടുത്തത്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടല്ല, ഈ നമ്മുടെ കലോത്സവവുമായി ബന്ധപ്പെട്ട് എത്ര കൺവീനർമാരുണ്ടോ ആ കൺവീനർമാരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് ഒന്നായി ചേർന്നുകൊണ്ട് ഒരു പരിപാടിക്ക് ഒരു കൺവീനർ എന്നതിനേക്കാൾ എല്ലാ കൺവീനർമാരും ഒരേ രീതിയിൽ ഒരു ഒരു മാലയിൽ കോർത്ത മുത്തുകളെ പോലെ ഒരുമിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യം കൂടിയാണ്. അതിമനോഹരമായ ഐക്യപൂർണമായ സംഘാടനത്തിൻ്റെ മനോഹര ദൃശ്യങ്ങളാണ് നമുക്ക് മുൻപിൽ വെളിവാക്കപ്പെട്ടത്. തീർച്ചയായും കൂടുതൽ മികവിലേക്ക് സംഘാടനം പോകട്ടെ. ചെറിയ ചെറിയ കുറവുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ പരിഹരിക്കപ്പെടട്ടെ. കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ്. ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ. ചേലക്കര സെൻട്രൽ സ്കൂൾ. കിൻഡർഗാർട്ടൻ മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം, പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം, ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാസാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു. ചേലക്കര സെൻട്രൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.